അവസ്ഥയെന്ന് സൂയിസൈഡ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതിനപ്പുറത്ത്. ഇതിൻ്റെ നടുവിലൊരു ചെറിയൊരു തിൻ ലൈനുണ്ട്. അവിടെ നിങ്ങൾ പെയിൻ എൻജോയ് ചെയ്യാൻ പഠിക്കും. പെയിൻ ബിക്കംസ് യുവർ ഹാപ്പിനെസ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എവിടുന്നോ നമ്മളെ തിരിച്ച് ജീവിതത്തിലേക്ക് വിളിക്കാൻ ഒരാൾ വരുന്നു. അയാൾക്ക് നമ്മൾ പേരിടുന്നു ഗാർഡിയൻ ഏഞ്ചൽ. ഹായ്, ഹായ്. എന്റെ പേര് റാഫേൽ. ഞാൻ പുതിയതായിട്ട് താമസിക്കാൻ വന്നേ, അപ്പുറത്തെ റൂം. ഈ തൊന്തയില്ലാത്തവൻ എന്താ സംസാരിക്കത്തില്ലേ? ഞാൻ എന്തായാലും ആവശ്യമുണ്ടാ പറയാം. ചില സമയങ്ങളിൽ ഗാർഡിയൻ ഏഞ്ചലിന് മൊണ്ണ സ്വഭാവമായിരിക്കും. ക്യാച്ച്, ഫുഡ് കഴിച്ചായിരുന്നു? ഇല്ല. വാ കഴിക്കാം. ഏയ് അവിടെ വെക്കണ്ട, അപ്പുറം വെച്ചു. ആ, ഭയങ്കര ഫിറ്റ്നസ് ആണല്ലോ. ആ, കുറച്ച് നാളായി വർക്കൗട്ട് ചെയ്തിട്ട്. ഇപ്പൊ പിന്നെ കളിക്കാനും പോകാറില്ല. പിന്നെ ഫുഡ് കഴിപ്പം തീരെയില്ല. ഫുട്ബോൾ പ്ലെയർ ആണല്ലേ? ആ, ഇപ്പൊ എന്താ കളിക്കാൻ പോവാത്തെ? താല്പര്യമില്ല. എന്താ കാര്യം? സീനില്ല, പിന്നെ പറഞ്ഞാ മതി. ഞാൻ പോയി കസേര എടുത്തിട്ട് വരാം. ഞാൻ തള്ളിക്കേറി വന്നിട്ടും എന്റെ പേര് മാത്രം അറിഞ്ഞിട്ടും ഇറങ്ങിപ്പോടാ തെണ്ടി എന്നെന്താ പറയാത്തെ? അറിയത്തില്ല. നന്നായി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിട്ടാനെ. അടിക്കോ? വെരി ഒക്കേഷണലി. നമുക്കിന്ന് ഒക്കേഷൻ ആക്കാം. ഓക്കെ. ഇപ്പൊ ഒരു മാച്ച് ഇല്ലേ, കണ്ടാലോ? ഉമ്മാരെന്ത് കളിയാ കളിക്കുന്നേ? മുമ്പോട്ട് കളിക്കണ സമയത്ത് പുറകോട്ട് കളിച്ചിരിക്കുന്നു. ആക്ഷൻ നല്ല കളിയാണ് അമ്മമാര് കളിച്ച്. അമ്മമാർക്ക് മുമ്പിൽ ഓപ്ഷൻ ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ വെച്ച് അതൊക്കെ കളിച്ചാൽ മതി. ഏതായാലും മുമ്പിൽ ഓപ്ഷൻ ഇല്ല. നല്ല ഫിറ്റ്നസ് ഉള്ള പ്ലേയേഴ്സാണ്. അപ്പൊ പിന്നെ ഇനിയും ഗോൾ അടിക്കാമല്ലോ. പിന്നെ ഇപ്പഴല്ലാതെ എപ്പോഴാ ഗോൾ അടിക്കുന്നത്? അവൻ ലോങ് ബോൾ കളിച്ചെന്നെങ്കിൽ സുഖമായിട്ട് ഗോൾ അടിച്ച് പോയാനെ. തനിക്ക് കളിയെ കുറിച്ച് എന്തുമായിട്ട് അറിയാം? നിനക്കറിയാത്തൊക്കെ എനിക്കറിയാം. നിന്നെ പോലെ തലവലാതിലാറാ ഞാൻ ഇവിടെ ഇരിക്കണേ. നീ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കി പറ. തനിക്കറിയാവോ, ഞാൻ കോളേജ് ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു. ഒന്നുമല്ലാത്ത ടീം യൂണിവേഴ്സിറ്റി ഫൈനൽ വരെ എത്തി. അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സെമി ഫൈനലിൽ വെച്ച് എൻ്റെ പേര് സെലക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഫൈനൽ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പേരില്ല. സാറോ എന്ന് പറഞ്ഞപ്പം ഞാനില്ലാണ്ടായി. സെലക്ഷൻ ചെയ്യുന്ന കോച്ച് പുള്ളിയുടെ ടീമിൽ ഒരുത്തനെ കയറ്റാനായിട്ട് എൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. പൊളിറ്റിക്സ്. പിന്നെ ഇങ്ങനെയൊക്കെ ആയി. എടാ, സാത്താൻ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രവർത്തിച്ചാ പിന്നെ സാത്താനെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അവരും മനുഷ്യരല്ലേ? No, we are talking about people who are dishonest, corrupt and spreading hate towards people.
You should not care about people. You know, people who often say, I don't care about people. It makes no sense, right? You wanna know? Everyone cares. Do you care? Yes, I do. That's why you're a loser. സത്യം രണ്ടും പോയി. ഇത് മൊത്തം തീർന്നല്ലോ. ഫ്രിഡ്ജിൽ പെപ്സി ഇരിപ്പുണ്ട്, പോയി എടുത്തിട്ട് വാ. ചെല്ലടാ. മനുഷ്യർക്ക് എപ്പോഴും മുന്നോട്ട് ജീവിക്കാൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആപ്പത് ബിലോങ് ചെയ്യണത്ത് ജീവിക്കാൻ പാടാ. അതിന് തനിക്കെന്താ വ്യത്യാസമുള്ളത്? ഞാൻ ഡിഫറെൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല. ആപ്പത് ഈസ് എ സൊല്യൂഷൻ. ഐ മീൻ, നിനക്ക് വേണ്ടത് കക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കാനാണ് പാട്. കുട്ടികളെ തല്ലാൻ എളുപ്പമാണ്, വളർത്താനാണ് പാട്. നിനക്ക് ഡ്രഗ്സ് അടിച്ച് തൊലയാൻ എളുപ്പമാണ്, നിനക്ക് ജീവിതത്തിനോട് പൊരുതാനാണ് പാട്. Love cost. It take work and effort. So, do what you love or love what you do. ആൾക്കാർക്ക് ഹീറോയെ ചാമ്പ്യനും ഒന്നും വേണ്ട. അവർക്ക് പിസ തിന്നണം, ലൂഡോ കളിക്കണം, TV കാണണം, പിന്നെ ഒരു ഹീറോയെ ചാമ്പ്യനെ തോക്കുന്നതും കാണണം. ബട്ട് ഇഫ് യു വാണ്ട്, യു ഷുഡ് ലിസൺ ടു യുവർ സെൽഫ്. If you are preparing me for hard times, thank you. എനിവേ, ഞാൻ പോകുന്നു. എടാ, എനിക്ക് ഫുട്ബോൾ കാര്യമായിട്ട് അറിയില്ല. എൻ്റെ ഫേവററ്റ് ടെസ്റ്റ് ക്രിക്കറ്റാ. എന്താണെന്നറിയോ? It defines player's character. Yeah. Moreover, there is always a second innings. There is always a second chance. എന്നാ ശരിടാ. പിന്നെ നാളെ വൈകിട്ട് 5 മണിക്ക് ഓടാൻ പോകുന്നുണ്ട്. വരുന്നുണ്ടോ? അപ്പൊ നാളെ വൈകിട്ട് 5 മണി. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറ്റും കൂടെ നോക്കേണ്ടി വരുവേ. Hey, green lights are red flag under consequence. Yeah. Yeah. എടാ, നിന്നെ ഞാൻ അല്ലാണ്ട് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനാ? പോണ്ടേ? നീ പൊക്കോ, ഞാൻ വന്നോളാം. ഓടുക. നാളെ എന്നാ പരിപാടി? അങ്ങനെയാണെങ്കിൽ ഒരു ടീമുണ്ട്,
കൊച്ചി ചെയ്യാൻ വരാൻ പറ്റുമോ? വരാൻ പറ്റും. ഓക്കെ അല്ലേ? എടാ, പിള്ളേർ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ മരിക്കൂല. കുറച്ച് വിഷയാണ്. This time, do it for yourself. Okay, let's go. ഹായ്, ഞാൻ റാഫേൽ, പുതിയ താമസക്കാരനാണ്. അതെ, പിന്നെ അകത്തൊരു ടീഷർട്ട് കിടപ്പുണ്ട്. അതാരുടെയാണെന്നറിയോ? ഇല്ല, അറിയില്ല. ആണോ? ഇല്ല. എനിക്കൊരു പരിപാടി ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇപ്പോൾ പോകണം. ഏതായാലും നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ശരി. Maybe it was just a mirage. Or a game between mind and brain. ഹായ്, മനസ്സിലായോ? എൻ്റെ പേര് ലീസോ. ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു. മനസ്സിലായി. എങ്ങനെയാ, തുടങ്ങുമല്ലേ?